നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഹിമാലയൻ ശരിക്കും ഇങ്ങനെയല്ലായിരുന്നു. ഇത് സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഒരു വണ്ടിയായിരുന്നു. ഈ ഒരു വണ്ടീനെ ഈ ഒരു ലെവലിലേക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടയത്ത് നിന്ന് നമ്മുടെ ഫിഷിംഗ് ഫ്രിക്സിലത്തെ സെബി മച്ചാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണത്. സത്യം. കാരണം ഞാൻ അരുണിനെ വിളിച്ചപ്പോൾ തന്നെ അരുൺ പറഞ്ഞു തൃശ്ശൂർ പോരെ, ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരാം, എല്ലാം നമ്മൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു പുള്ളി നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നിലവിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ മോഡിഫിക്കേഷൻ ആണ്. അതായത് ഹിമാലയം മോഡിഫൈ ചെയ്യാൻ പ്ലാൻ ഉള്ളവരൊക്കെ ജസ്റ്റ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് പുള്ളിക്കാരൻ്റെ ഹിമാലയം എന്ന് പറയുന്നത്. ഇത് 2020 മോഡല്. 2020 മോഡല് VSX വണ്ടി. 1600 കിലോമീറ്റർ ഓടി. വലിയ ഓട്ടം ഒന്നുമില്ല. ജൂൺ വണ്ടിയാണ്. നമ്മൾ അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. അതായത് സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇപ്പോൾ നിങ്ങൾ വണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ അങ്ങനെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടി പോകാനുള്ള ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള എക്സറീസ് ആണ് ഈ ബോക്സിലൊക്കെ. അപ്പോൾ അതിന് തന്നെ ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് എല്ലാം ഒന്ന് കാണാല്ലേ. ഓക്കെ, പുള്ളിക്കാരനാണ് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വരുന്നത് റൈനോക്സിന്റെ ടാങ്ക് ബാഗ് ആണ്. ഓക്കെ, ഇത് മാഗ്നറ്റ് അല്ലേ? മാഗ്നറ്റ് ആണ്. പുള്ളിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ഇത് നമുക്ക് കയ്യിലെടുക്കാനും പറ്റും. ഓക്കെ, എടുത്ത് കൊണ്ടുപോകാനും പറ്റുന്ന ബാഗാണ്. അപ്പൊ ഇനി മുതൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ ഹോൾഡ് ചെയ്യാം. ആയിട്ടുള്ള ബ്രാൻഡാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു ബോക്സിൽ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ? ഈ ഒരു ബോക്സിലാണ് നമ്മൾ മെയിൻ ഐറ്റം എല്ലാം കിടക്കുന്നത്. ഇത് മൊബൈൽ ഹോൾഡറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചാർജബിൾ മൊബൈൽ ഹോൾഡറാണ്. ഓക്കെ, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഇതിൽ സ്വിച്ച് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ഫിറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാം. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടില്ല. അപ്പൊ നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. നമുക്ക് ആ ബോക്സും കൂടെ അൺബോക്സ് ചെയ്താലോ? എന്തൊക്കെയാണ് ശരിക്കും ഈ സംഭവങ്ങൾ? ഇതൊരു നെസസറി പ്രൊഡക്ട്സ് മാത്രമാണ് ആൾക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരുപാട് ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഡ്രില്ലുകൾ വരുന്നുണ്ട്, പല കാർഡുകൾ വരുന്നുണ്ട്. പക്ഷെ ആൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ആൾ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പൊ ആദ്യത്തേന്ന് വെച്ചാൽ ആ ഒരു ബോക്സ് ചെയ്യുന്ന തുടങ്ങാം നമുക്ക്. അതെ, നമുക്ക് ടോപ്പ് ബോക്സ് ആണ്. ഷാഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 42 ലിറ്റർ ടോപ്പ് ബോക്സ് ആണ്. 42 ലിറ്റർ വരുന്നുണ്ടല്ലേ? നമുക്ക് വളരെ ഈസി ആയിട്ട് ഓക്കെ ഹെൽമെറ്റോ നമ്മളെ കാര്യങ്ങളൊക്കെ ഇതിൽ സുരക്ഷിതമായിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, ലോക്കിംഗ് സിസ്റ്റം കൂടെ ഉണ്ട്. ഇതാണ് നമ്മൾ ടോപ്പ് ബോക്സ് വെക്കുന്നത്. പിന്നെ നമുക്ക് വരുന്ന ക്രാഷ് കാർഡ്. ഓൾറെഡി നമുക്ക് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ക്രാഷ് കാർഡാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷെ ആദ്യത്തെ വീഴ്ചയിൽ ഇത് ഒടിഞ്ഞു പോകില്ലേ? തീർച്ചയായിട്ടും ഇത് അത്രമാത്രം ഒരു മിനിമൽ ക്രാഷ് കാർഡ്, കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ക്രാഷ് കാർഡാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. പിന്നെ ഡാമേജ് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ടാങ്കിനൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5000 രൂപ പണിയില്ല. ടാങ്കൊക്കെ മാറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ക്രാഷ് കാർഡിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ക്രാഷ് കാർഡാണ്. പിന്നെ ഇതിന്റെ ഡിസൈനും ഭയങ്കര ഡിഫറെന്റ് ആണ്. ആണല്ലേ? കുറച്ചും കൂടെ സേഫ്റ്റി, വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറും. തീർച്ചയായിട്ടും. 1 2 3 4 5 ഭാഗങ്ങളല്ലേ? 5 ഭാഗങ്ങൾ. ഓക്കെ, പിന്നെ ഈ കണ്ണൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ? ഇത് നമ്മൾ ഫോഗ് ലൈറ്റ് വെക്കുന്നുണ്ടല്ലോ. ഫോഗ് ലൈറ്റ് വെക്കാനുള്ള ക്ലാമ്പ് ആണ്. ഫോർക്കിന് മേലെ സെപ്പറേറ്റ് ക്ലാമ്പ് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. സാധാരണ രീതിയിലൊക്കെ ക്രാഷ് കാർഡിന്റെ മേലെ ഹോൾഡ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ അത് മാറ്റിയിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഇതിനൊരു സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, ഇതാണ് നമ്മൾ കയറ്റാൻ പോണ ഒരു ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത്. LED ആണ്, HG ബ്രാൻഡാണ്, നല്ല ബ്രാൻഡാണ്. ഓക്കെ, സൂമിംഗ് LED ആണ്. ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ 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 ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് കാണാം. പിന്നെ ഇതെന്തിന്റെ സംഭവം? നമ്മുടെ റേഡിയേറ്റർ ഗ്രില്ല്. ഓക്കെ ഓക്കെ, ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ആയിട്ട് വരുന്ന റേഡിയേറ്റർ ഗ്രില്ലാണ്. പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡിലിന്റെ ഓക്കെ ഓക്കെ സ്റ്റോറിന് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഓഫ് റോഡ് ഒക്കെ പോണ സമയത്ത് റൈഡിംഗ് പോസ്റ്റർ ഒക്കെ സൂപ്പർ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹാൻഡ് റേസർ. ചുരുക്കി പറയാൻ ഹാൻഡിലിന്റെ ഉയരം കൂട്ടാനുള്ള ഒരു സെറ്റപ്പ്. കൂട്ടാനും നമുക്ക് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റെബിലിറ്റി ഒക്കെ കൂടുതൽ ഒരു സംവിധാനമാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് റിയർ ബ്രേക്ക് ഫ്ലൂയിഡ് ഗാർഡാണ്. ഗാർഡ് ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ കൂടെ ഗാർഡ് വരുന്നതാണ്. ഫ്രണ്ട് മാസ്റ്റർ സീൽഡ് ഗാർഡാണ്. ഓക്കെ ഓക്കെ, ഓഫ് റോഡ് ഒക്കെ പോകുമ്പോൾ ഒന്നും കൂടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സൈഡ് സ്റ്റാൻഡ് ബേസ് ആണ്. നമ്മളിപ്പോ ചെളിയുള്ള സ്ഥലത്തൊക്കെ നിർത്തിയിടാണെങ്കിൽ സൈഡ് സ്റ്റാൻഡ് എടുത്ത സമയത്ത് ബൈക്ക് താഴെ വിടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ബേസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്രിപ്പായിട്ട് ബൈക്ക് താഴെ നിൽക്കും. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവർ പ്രൊട്ടക്ഷൻ ഗാർഡ് മെറ്റൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത്തിരി കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ ഒരു ഇന്റർകോമും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിക്ക് റൈഡൊക്കെ ചെയ്യണ സമയത്ത് ഫോം വിളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പരാതി പറഞ്ഞു. അപ്പോൾ അത് ഇതോടുകൂടി മാറട്ടോ ബ്രോ. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്ക് ഇതുമായി ഡിസ്പ്ലേ മോഡലാണ്. ഇതിലിപ്പോൾ നമുക്ക് ഡിസ്പ്ലേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അത് തന്നെ നമ്മൾ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത് ക്രാഷ് കാറാണ്. ഈ ഒരു സംഭവം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഊരി കളയാൻ വേണ്ടി പോകും.
അപ്പോൾ നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെ പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കണ്ട ഫുള്ളായിട്ട് നമ്മുടെ എൻജിൻ കേസിനും അതേപോലെ തന്നെ ലിവേഴ്സിനും നമ്മുടെ റേഡിയേറ്ററിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത്. കുറച്ചും കൂടെ തള്ളിക്കണ ഒരു ഭാഗമായതുകൊണ്ട് വലിയ കാര്യത്തിൽ ഇനി നമുക്ക് ടാങ്കിൻ്റെ ആ ഒരു ഭാഗത്തേക്കും ഡാമേജസും കാര്യങ്ങളൊന്നും വരില്ല. ഇനിയിപ്പോൾ ഓഫ് റോഡ് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ തന്നെ നമ്മുടെ എക്സോസ്റ്റ് പൈപ്പിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്തും ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫോഗ് ലാമ്പ് ഉണ്ടല്ലോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗാർഡ് നമ്മളിപ്പോൾ നമ്മുടെ സസ്പെൻഷൻ്റെ ഭാഗത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മേളിലായിട്ടായിരിക്കും നമ്മുടെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരാം. ഫോഗ് ലാമ്പിന് വേണ്ടിയിട്ടുള്ള 2 ലാമ്പുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റേഡിയേറ്ററിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് ഉണ്ടല്ലോ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി വേറെ കല്ലൊന്നും വന്ന് അടിച്ചാലും വേറെ ഡാമേജസ് ഒന്നും ആ ഒരു ഭാഗത്തേക്ക് വരില്ല. ഇനിയിപ്പോൾ കുത്തി വീണെങ്കിലും ഇവിടെയും വേറെ പരിക്കുകളൊന്നും പറ്റാനുള്ള സാധ്യതയില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു ഗാർഡാണ്. അപ്പം ഇങ്ങനെയായിരിക്കും ഈ സ്റ്റാൻഡിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ആ ഒരു വീതി കുറച്ചും കൂടെ അങ്ങോട്ട് കൂട്ടി, അതാണ് ശരിക്കും ഈ ഒരു ഗാർഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് സിലിണ്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗാർഡാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊടുത്ത പോലത്തെ ഈ ഒരു ഗാർഡ് നമ്മൾ ആ ഒരു ഫ്ലൂയിഡിൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തിനെ നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ ഹാൻഡിലിൻ്റെ ഉയരം നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഫിറ്റിംഗ് ആണ് നെക്സ്റ്റ്. നമ്മൾ നൈസായിട്ട് ഈ ഒരു ഭാഗം ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഹാൻഡിൽ വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് ആവുകയും ചെയ്യും, വണ്ടിയുടെ ഹാൻഡിലിൻ്റെ ആ ഒരു ഉയരം കൂടുകയും ചെയ്യും. കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയലൊന്ന് നോക്കി നോക്കി, പക്ഷെ നമ്മളതുകൊണ്ട് നടക്കണില്ല. കേബിൾസൊക്കെ ചെറുതായിട്ട് വലിയണ പോലെ ചെറിയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ നൈസായിട്ട് നമ്മുടെ ആ ഒരു ബോക്സ് ബാക്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്ലേറ്റാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ സ്റ്റോക്കായിട്ട് വരുന്ന ഈ ഒരു കാരിയറിൽ സെറ്റ് ചെയ്യാണ് ചെയ്യുക. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ബോക്സ് എടുത്ത് ലോക്കിലേക്ക് ഇറക്കി വെക്കണം ആ ഒരു സെറ്റപ്പ്. ആ ഒരു ബോക്സ് സെറ്റ് ചെയ്യണ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇൻ്റർകോം നമ്മൾ നമ്മുടെ ഹെൽമെറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് ചെറുതായിട്ട് ഞാൻ ചെറിയൊരു അൺബോക്സിങ് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർകോം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി ശരിക്കും ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോക്സിൽ വന്നിട്ടുള്ളത് സ്പീക്കർ, ഔട്ട്പുട്ട്, മൈക്ക്, അത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളാണ്. പിന്നെ ഒരു യൂസർ മാനുവലും ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു. ഇനി നമ്മുടെ ഹെൽമെറ്റിൻ്റെ ആ ഒരു ഇൻ്റർകോമിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബൈക്കിൽ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ നമ്മുടെ ബോക്സിൻ്റെ ആ ഒരു കാരിയറിൻ്റെ പണി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ ബോൾട്ടോൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ശരിക്കും ഇത് അടക്കും. ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് സൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വയ്ക്കുക. ബൈ ഒന്ന് അഴിച്ചു കാണിച്ചു തരും. അത് എങ്ങനെയല്ല ഫുള്ളായിട്ട് ഓക്കെ. അപ്പോൾ ഈ ഒരു കീ അഴിക്കുക. അതിന് ശേഷം ഇവിടെ ഒരു ലോക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ നമ്മളിത് സൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സേഫാണ് സംഭവം എന്ന് പറയുന്നത്. ആ ഒരു കീ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ബോക്സ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഒരു കട്ട് കാണുമ്പോൾ തെറിച്ച് പോകുന്നു വിചാരിക്കും, പക്ഷെ സംഭവം സ്ട്രോങ് ആണ് കേട്ടോ. പക്കതെ സെറ്റ് ആയിട്ടുണ്ട്. ഇതുകൊണ്ട് 2 ഉപകാരമുണ്ട് ബ്രോ. അതായത് നിങ്ങൾക്ക് ഹെൽമെറ്റ് ഹോൾഡ് ചെയ്യാം, ബാക്കിൽ ഒരാളിരിക്കുന്ന സമയത്ത് ബാക്ക് റെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, ചാരി ഇരിക്കാം. അത് ശരി, അങ്ങനെ ഒരു ഇത് കൂടെ ഉണ്ടല്ലേ. നമ്മൾ ബോക്സിന്റെ കഥകൾ പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് പുള്ളിക്കാരൻ ഈ ഒരു പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലിവർ പ്രൊട്ടക്ഷൻ കാർഡ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ജസ്റ്റ് ആ ഒരു എൽക്കി ഊരെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സ്വയം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇന്റർകോമിന്റെ പണി കഴിഞ്ഞിട്ട് പുള്ളി റെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഉദ്ഘാടനം താഴേക്ക് ഇട്ടുണ്ടെങ്കിൽ വോളിയം കുറവ് കേട്ടോ. ഒന്ന് എടുത്തടാ. ഇവിടെ കുറയ്ക്കാം, ഇവിടെയും കുറയ്ക്കാം. കേൾക്കണ്ട, നിനക്ക് കേൾക്കണ്ട? സെറ്റല്ലേ? ഇവിടെ നമ്പറും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ സൗണ്ട് കുറച്ച് വെച്ചേക്കാം, ഫുൾ വോളിയത്തിൽ ഇടട്ടെ. ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ വോളിയം കൊണ്ടു. ഒന്ന് സംസാരിക്കാറാ, ഒരു ഹലോ പറഞ്ഞേ. അയ്യോ, പുറത്തേക്ക് കേൾക്കാണ്ട്. ഈ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കട്ടെ എന്തായാലും ഹെൽമെറ്റ് നോക്കി. ഇതെന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള USB ചാർജറോട് കൂടിയിട്ടുള്ള ചെറിയൊരു മൊബൈൽ ഹോൾഡറാണ്. അതെ, ഫ്രണ്ടിലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണക്ഷൻ എടുക്കാം. കണക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ വയറിങ് കട്ടിങ് ഒന്നും ഇല്ലല്ലോ. ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഇനിയിപ്പോൾ വയറിംഗിന് വാറണ്ടി കിട്ടും. അപ്പം അത്തരത്തിലുള്ള ഡൗട്ടുകളൊന്നും വേണ്ട. നമ്മൾ വയറിംഗ് കിറ്റിന് ഡാമേജ് വരുത്തിക്കൊണ്ടുള്ള ഒറ്റ മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ അവസാനം നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു മാരക ലുക്കിലേക്ക് ആയില്ല വണ്ടി. നമുക്ക് ശരിക്കും ഇത്ര മോഡിഫിക്കേഷൻസ് ആണോ ശരിക്കും ഹിമാലയന് വേണ്ടിയിട്ടുള്ളത്?
അല്ല ഇനി ഇതിലേക്ക് ഇനിയിപ്പോ വരേണ്ടത് സാഡിൽ സ്റ്റേ വരാനുണ്ട്, സൈഡ് ബോക്സ് വരാനുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ ഓൾറെഡി അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ റെഡി വെച്ചിട്ടുണ്ട്, ഇനി വീട്ടിൽ പോയിട്ട് അസംബിൾ ചെയ്യാം. പുള്ളിയുടെ വീഡിയോയിൽ കാണുമ്പോൾ ആ ബോക്സ് ഉണ്ടാവും വണ്ടിമേ, എല്ലാം ചെയ്തിട്ടുണ്ട്. ആക്സസറീസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഓൾ ഇന്ത്യ റൈഡിന് എത്ര ആക്സസറീസ് മതി? തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്തിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ക്രാഷ് ഗാർഡ്, അതേപോലെ തന്നെ ലിവർ പ്രൊട്ടക്ഷൻ ഗാർഡ്, പിന്നെ ഫോഗ് ലാമ്പ് 2 നമ്മൾ ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടാങ്ക് ബാഗ്, മൊബൈൽ ചാർജർ, പിന്നെ ഈ ഭാഗത്തെല്ലാം ഉണ്ടായില്ല അല്ലേ. പിന്നെ സൈഡ് സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാക്കിലത്തെ ബാക്ക് ബോക്സ്, അതിന് വേണ്ടിയിട്ട് കയറിയാറിൻ്റെ അടിയിൽ നമ്മൾ ഫൈബറിൻ്റെ ഒരു സ്റ്റേയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബ്രേക്കിനൊക്കെ വേണ്ടിയിട്ട് 2 പ്രൊട്ടക്ഷൻ ഗാർഡുകൾ, ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോഗ് ലാമ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ് കേട്ടോ. വലിയ വലിപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഴയ കണ്ടിട്ടുള്ള സ്വിച്ചുകൾ പോലെ ഒന്നുമല്ല, അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്വിച്ചാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഹാൻഡിൽ ഒന്നും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഒരു ഫ്രണ്ടിലേക്ക് ഇത്തിരി ഉയരത്തേക്ക് തള്ളി നിൽക്കണ പോലെയാണ് ഇപ്പോൾ ഹാൻഡിലിൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അതായത് കല്ലോളൊന്നും അടിച്ച് ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഫോഗ് ലാമ്പ് വെച്ചപ്പോൾ ശരിക്കും ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, വല്ലാത്തൊരു ഭംഗി തന്നെയാണ് വണ്ടി ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാം. ഇതോടുകൂടി തീർന്നിട്ടില്ല, നമ്മൾ റേഡിയേറ്ററിനും ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫോഗ് ലാമ്പിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നോർമലായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫോഗ് ലാമ്പ് ഇട്ട് കഴിഞ്ഞാൽ പോകണ്ട, ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ പ്രകാശമാണ്. നമുക്ക് സൂമിംഗ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ലൈറ്റ് ഓക്കെ, നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ, അതായത് പോയിന്റ് ആക്കാം, വൈഡ് ആക്കണമെങ്കിൽ വൈഡും ചെയ്യാം. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ ഒരു മെക്കാനിസം കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കും. 3 LED ആണ് വരുന്നത്, HT നല്ലൊരു ബ്രാൻഡും കൂടെയാണ് വരുന്നത്. പിന്നിലേക്ക് ആക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് നമുക്ക് സ്പോട്ട് ആയിട്ട് കിട്ടും. അപ്പോൾ സ്പോട്ടിലേക്ക് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് പിന്നിലേക്ക് ആക്കിയാൽ മതി. അതല്ലേ, ഓക്കെ, നല്ല ഒരു രക്ഷയില്ലാട്ടോ അതിൻ്റെ ഒരു പ്രകാശം എന്ന് പറയുന്നത്. നമുക്ക് മൊത്തത്തിൽ ആ വിസിബിലിറ്റി വേണം, സ്പ്രെഡ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ്. ഈസി ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. അതായത് വളരെ സിമ്പിളായിട്ട് ഈ ഒരു സംഭവം വലിക്കണതിനനുസരിച്ചാണ്ട അവിടെ പോയിന്റ് ചെറുതാവണു. അപ്പോൾ ഇത് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തള്ളതിനനുസരിച്ച് അവിടെ വൈഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വളരെ അത്യാവശ്യം നല്ലൊരു പ്രകാശം കൂടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള 2 പ്രൊജക്ടർ ഫോഗ് ലാംപ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. HID ലാംപ്സ് അല്ല, അതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് വലിയ തരത്തിലുള്ള ഒരു പണി കിട്ടാനുള്ള സാധ്യതയില്ല. LED ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. എന്ത് തോന്നുന്നു വണ്ടിയാണ് ഇത്? ഞാനിവിടെ വണ്ടി കൊണ്ടുവന്നപ്പോഴേക്കും ഈ ഒരു രീതിയിലല്ലായിരുന്നു വണ്ടി, എൻ്റെ ലുക്ക് മാറിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ 2 ബോക്സും കൂടെ വരുമ്പോഴേക്കും വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ്ലി മാറും. അപ്പൊ ഇനി നമ്മുടെ ചാനലിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫുൾ ആയിട്ടുള്ള സെറ്റപ്പ് ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് മാത്രമല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ പർപ്പസിന് ഉള്ള രീതിയിലേക്ക് നമ്മൾ വണ്ടി കംപ്ലീറ്റ്ലി മാറ്റി. നമ്മളെ ഇടയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹെൽമെറ്റും വെക്കാം, പിടിക്കണം മീനോളം കൊണ്ടുവരാം. വലിയ സ്റ്റോറേജ്, അതായത് 42 ലിറ്റർ ഉണ്ട്. അപ്പൊ അത്യാവശ്യം നമ്മുടെ ഹെൽമെറ്റ് വളരെ സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ പിന്നെ പിടിച്ച് ലൈവായിട്ട് ഇട്ടുകൊണ്ട് പോകാനൊക്കെ പറ്റും. വിചാരിക്കുന്ന തമാശക്ക് പറയുന്നതാണ്, സംഭവം സത്യമാണ്. പിന്നെ പുള്ളിക്കാരന് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരുന്ന സമയത്ത് കോൾ എടുക്കാനോ മാപ്പ് നോക്കാനോ പറ്റുന്നില്ല. ഹെൽമെറ്റ്. അതിന് മുമ്പ് ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇനി മുതൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് മൊബൈലൊന്നും ഇവിടെ വയ്ക്കുക, മാപ്പ് ഉണ്ടെങ്കിൽ മാപ്പ് ഇടാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി വല്ല കോൾ വന്ന കാണണമെങ്കിൽ കാണാം, തിരിച്ചു വിളിക്കണമെങ്കിൽ തിരിച്ചു വിളിക്കാം. അതിന് വേണ്ടിയിട്ട് കോളിങ്ങിന് വേണ്ടിയിട്ട് ഇത്തിരി കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻട്രകോം ഹെൽമെറ്റും വരെ നമ്മൾ മോഡിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന് ടോട്ടലായിട്ട് വരുന്ന ഒരു എക്സ്പെൻസും കൂടെ പറയും. ഇനി ഭാവിയിൽ ഇപ്പോൾ ഹിമാലയൻ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്റർകോമും എല്ലാ ആക്സസറീസും കൂടെ ഏകദേശം ഒരു 36,000 രൂപ, ഏകദേശം ഒരു 40,000 രൂപ താഴെ. അപ്പോൾ ഒരു നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടിയിട്ട് ഹിമാലയ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ഇത്ര എമൗണ്ട് ഇറക്കിയാൽ മതി. ഓക്കെ, വണ്ടിയുടെ എൻ്റെ ലുക്ക് മാറിപ്പോയി ശരിക്കും. ഇപ്പോഴാണ് ഒരു അഡ്വഞ്ചർ അല്ലേ, അഡ്വഞ്ചർ ടൂർ നമുക്ക് സേഫ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ചെരിഞ്ഞു വീണാലും വണ്ടിക്ക് കുഴപ്പമൊന്നും പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റോറേജും പക്കയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ പറയാനുണ്ടോ? അല്ലല്ല, ആള് പറഞ്ഞ പോലെ തന്നെ ആൾക്ക് ഫിഷ് ചെയ്യാൻ വേണ്ടി ഉൾക്കാടുകളിലേക്കൊക്കെ വളരെ സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ. രാത്രി സഞ്ചാരം ചെയ്യാൻ, ഹെൽമെറ്റ് സ്റ്റോർ ചെയ്യാൻ, അതുപോലെ മീനൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതുവരെ ആരെങ്കിലും ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് വണ്ടി മോഡിഫൈ ചെയ്യാൻ വന്നിട്ടുണ്ട്? ഇതുവരെ വന്നിട്ടില്ല. കേരളത്തിലെ ആദ്യത്തെ പുള്ളിക്കാരനാണ്. അപ്പൊ നിലവിൽ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളുടെ മുമ്പിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ളതല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ജസ്റ്റ് ഒരു മിനിറ്റ് കൂടെ കേട്ടോ. അതായത് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. മാത്രത്തിൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഗിവ് അവേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചകളിലും എല്ലാ ഞായറാഴ്ചകളിലാണ് ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അധികം വാലിഡിറ്റി കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് 7 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാം. ഈ വരുന്ന ആഴ്ചകളിൽ നമ്മൾ ബാഗ്, അതേപോലെ തന്നെ ഹെൽമെറ്റ്, ജാക്കറ്റ്, അത്തരത്തിലുള്ള ഐറ്റംസ് ആണ് ഗിവ് അവേ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ബൈ.